വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സുസ്മിത അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് കുഞ്ഞേച്ചി പറഞ്ഞ ഫോൺ കോൾ തന്നെയാണ്, അവൾ തന്നെയാണ് വിളിക്കുന്നത്. ഇനിയിപ്പോൾ സത്യാമ്മയുടെ പപ്പിയെക്കുറിച്ചുള്ള രഹസ്യമൊക്കെ പറയും. സത്യാമ്മ എന്നെ തുറച്ചു നോക്കും, പിന്നെ എന്നെ എവിടെ നിന്ന് അടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അതേസമയം സുസ്മിത പറയുന്നുണ്ട്, നിങ്ങൾ ആ വീട്ടിൽ സത്യഭാമയെ നിങ്ങൾ ആ വീട്ടിൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവിടെ ഉള്ളവർ തന്നെ നിങ്ങളെ ചതിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതേ കൊച്ചെ വല്ലതും പറയാനുണ്ടെങ്കിൽ വളച്ചു കെട്ടില്ല, നേരെ പറഞ്ഞു ഇങ്ങനെ എന്നെ ചതിക്കുകയാണെന്നോ, ആരാടി എന്നെ ചതിക്കുന്നതെന്നൊക്കെ സത്യഭാമ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ സുസ്മിത പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലുള്ള പപ്പിമോള് ആരാണെന്ന്, സത്യഭാമയുടെ വീട്ടിലുള്ള പപ്പിമോൾ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ കൊച്ചുമോൾ ആരാണെന്നറിയാം, നീ പറഞ്ഞിട്ട് വേണോടി എന്നും പറഞ്ഞിട്ട് വായിക്കൊള്ളാത്ത പേര് പറഞ്ഞപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇങ്ങനെയുള്ളതൊക്കെയാണ് സംസാരിക്കാൻ വരുന്നതെന്നും പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് ഇതിപ്പോൾ എങ്ങനെയാവുന്നു മുടക്കുക എന്നും പറഞ്ഞ് ആലോചിക്കുന്ന ശ്യാമയാണെങ്കിൽ നടന്ന് മുന്നോട്ട് വരുന്നുണ്ട് ഭാമയുടെ അടുത്തേക്ക്. അതേസമയം ഇതൊക്കെ കേട്ടുകൊണ്ട് ഭാമ ഇങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള പപ്പിമോള് ശ്യാമയുടെയും രോഹിത്തിൻ്റെയും മകളല്ല എന്നിങ്ങനെ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ശ്യാമയാണെങ്കിൽ പെട്ടെന്ന് സത്യഭാമയുടെ ദേഹത്തേക്ക് അങ്ങോട്ട് മുട്ടുകയാണ്. അന്നേരം സത്യഭാമയുടെ കയ്യിൽ നിന്നും ഫോൺ അങ്ങ് താഴെ വീഴുന്നുണ്ട്, കയ്യിൽ നിന്ന് വെള്ളം ഗ്ലാസ്സും ഒക്കെ താഴെ പോവുകയാണ്. പപ്പി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ശ്യാമ ആകെ വെപ്രാളത്തിൽ പറയുന്നുണ്ട്, അയ്യോ സത്യാമ്മയെ ഞാൻ മനഃപൂർവ്വമല്ല, എൻ്റെ കാലൊന്നും മടങ്ങിപ്പോയതാണ്, സോറി സത്യാമ്മ എന്നൊക്കെ പറഞ്ഞ് ഫോൺ തറയിൽ നിന്ന് എടുത്ത് ശ്യാമയാണെങ്കിൽ ഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം സോറി എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ ആ സാരമില്ല, മനഃപൂർവ്വം അല്ലല്ലോ, കുഴപ്പമില്ല, സംഭവിച്ചു പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ഫോൺ നോക്കുമ്പോൾ ഡിസ്പ്ലേ പോയോ എന്നിങ്ങനെ നോക്കുക. ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി കഴിഞ്ഞിരുന്നു. അന്നേരം സുസ്മിത ഹലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ഡിസ്പ്ലേ പോയതുകൊണ്ട് പിന്നീടൊന്നും കേൾക്കാനായിട്ടും സാധിക്കുന്നില്ല. അന്നേരവും ശ്യാമ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം സാരമില്ല എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ ഈ വിവരം ശാലിനിയെ വിളിച്ച് പറയുന്നുണ്ട്, കുഞ്ഞേച്ചി പറഞ്ഞില്ലേ സത്യാമ്മ ആരെങ്കിലും പപ്പിമോളെ കുറിച്ചുള്ള എന്തെങ്കിലും പറയാനായിട്ട് വിളിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ എന്ന്. അന്നേരം അങ്ങനെ ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചിരുന്നു, ഈ വീട്ടിലുള്ള ആരൊക്കെ ചേർന്ന് സത്യാമ്മയെ ചതിക്കുകയാണെന്നാണ് പറഞ്ഞു തുടങ്ങിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ഉള്ളത് കൊണ്ടും കുഞ്ഞേച്ചി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടും എനിക്ക് ആ കോള് മുടക്കാനായിട്ട് പറ്റി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതുകൊണ്ട് കാര്യമില്ല, അവൾ ഇനിയും വിളിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട്, അവൾ ഇനി പിന്നെ ഇങ്ങോട്ട് വീട്ടിലോട്ട് നേരിട്ട് കയറി വന്നാൽ എന്ത് ചെയ്യുമെന്ന്. അന്നേരം നേരിട്ട് വരാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ അവൾ ഫോൺ വിളിക്കുന്നത്, നീ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മതി, അവൾ എന്തായാലും വരാനൊന്നും പോകുന്നില്ല, ഇനി വിളിക്കത്തേ ഉള്ളൂ, പകയോ പ്രതികാരമോ എന്തൊക്കെയാണ് അവളുടെ മനസ്സിൽ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്, അതുകൊണ്ടൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ശ്യാമ ഒരുവിധം ആശ്വസിക്കുന്നുണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് പിന്നെയും അങ്ങോട്ട് പേടി അങ്ങോട്ട് കൂടി വരികയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ആകെ അങ്ങ് ആശയക്കുഴപ്പത്തിലാണ്. വിഷ്ണു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പിന്നെ വാടകയ്ക്ക് മാറാമെന്നുള്ളത് പറഞ്ഞ് ഓർത്തിട്ട് ശാലിനി ചിന്തിക്കുന്നുണ്ട്. സത്യക്കാണെങ്കിൽ ദിവസം തോറും അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം കൂടി വരികയാണ്. ഒന്നിച്ച് താമസിക്കുമ്പോഴും വിഷ്ണുവേട്ടൻ അച്ഛനാണ് എന്നുള്ളത് സത്യയോട് പറയേണ്ടി വരും. പിന്നെ പല ചോദ്യങ്ങളും പല ഭാഗത്തു നിന്നും വരും. സത്യയുടെ അടുത്തുനിന്ന് മാത്രമല്ല എല്ലാവരോടും മറുപടി പറയേണ്ടി വരും. പക്ഷേ മൂടിപ്പിടിച്ച സത്യങ്ങളൊക്കെ പുറത്ത് വരാൻ പോവുകയാണ്. അതും ഒരിക്കലും പുറത്ത് വന്നല്ലേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ആലോചിച്ച് ഇരിക്കുന്നുണ്ട്. ഇതേസമയം അവിടെ സത്യയ്ക്കാണെങ്കിൽ ശാരദാമ്മ ഭക്ഷണം വാരി കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അന്നേരം ഞാൻ കഴിച്ചോളാം അവിടെ വച്ചേന്ന് പറഞ്ഞിട്ട് സത്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി അച്ഛൻ കഴിച്ച് കാണുമോ എന്ന്. അന്നേരം ശാരദാമ്മ കേൾക്കുന്നുണ്ട്. അന്നേരം എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ കഴിച്ച് കാണുമോ, അച്ഛൻ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് അച്ഛൻ എന്തെങ്കിലും തിരക്കും ഉണ്ടായിരിക്കും, എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടക്കേടുണ്ടാകും എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ഒരു ഇഷ്ടക്കേടും ഇല്ല, ഫോൺ വിളിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ സത്യം ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ കരുതുകയാണ്, ഈ കുഞ്ഞിനെ ഇങ്ങനെ ഒരു ആശ കൊടുക്കുന്നത് ആരാണോ എന്തോ, ഇനിയിപ്പോൾ വിഷ്ണു അങ്ങാണോ ആണോ എന്നൊക്കെ ശാരദാമ്മ ചിന്തിക്കുന്നുണ്ട്. ആരായാലും അത് ചെയ്യുന്നത് ദ്രോഹം തന്നെയാണ്, ഈ കുരുന്നു മനസ്സിന് ഇങ്ങനെ ഒരു ആശ വളർത്തുന്നത് എന്നൊക്കെ ചിന്തിച്ച് വീണ്ടും ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുമ്പോൾ അവിടെ വച്ചേരെ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് സത്യം പറയുമ്പോൾ ഭക്ഷണം അവിടെ വെച്ചിട്ട് ശാരദാമ്മ ഈ കുഞ്ഞാണെങ്കിൽ ഫോണിൽ നോക്കുകയും അച്ഛൻ വിളിച്ചോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ശ്രദ്ധിച്ച് ശാരദാമ്മ ഇങ്ങോട്ട് വിഷമിക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. ഇതെന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ വിശപ്പില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊന്നും അല്ല, അച്ഛൻ വിളിച്ചില്ല, ഞാൻ പറഞ്ഞു അച്ഛൻ ബിസി ആയിരിക്കുമെന്ന് എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ അവൾ കുട്ടിയാണെന്ന് സമാധാനിക്കുക, അമ്മയും എങ്ങനെ തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എങ്ങനെയെങ്കിലും 4 പറ്റ് പിന്നെ വയറ്റിനുള്ളിൽ ചെല്ലണ്ടേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം തുടർന്നാണെങ്കിൽ ശാലിനി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എപ്പോഴൊക്കെയാണ് വിളിക്കുന്നതെന്ന്. അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല, സമയം കിട്ടുമ്പോൾ വിളിക്കും, ഇന്ന് എന്നെ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ സ്ഥിരമായിട്ട് സത്യ ആരെ
സത്യയെ ആരോ വിളിക്കുന്നുണ്ട്, അതാരാണെന്ന് ഇനി കണ്ടുപിടിക്കണം എന്നിട്ട് ചിന്തിച്ചിട്ട് ശാലിനി പറയുകയാണ്, ഇനി അച്ഛൻ വിളിക്കുമ്പോൾ എനിക്കൊന്ന് തരണേ എന്ന്. അന്നേരം അതെന്താ അമ്മയ്ക്ക് അങ്ങോട്ട് നേരിട്ട് വിളിച്ചുകൂടെയും ചോദിക്കുക. അന്നേരം എൻ്റെ അച്ഛൻ ബിസി അല്ലേ, അപ്പോൾ നിന്നെ വിളിക്കുമ്പോൾ സംസാരിക്കാമല്ലോ എന്ന് പറയുകയാണ്. തുടർന്ന് അത് കണ്ടുപിടിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. തുടർന്ന് ശാരദാമ്മ വീണ്ടും ഭക്ഷണം എടുത്തിട്ട് വാരി സത്യമോള് ഇനി ഒന്ന് കഴിച്ചെന്നും പറഞ്ഞ് കൊടുക്കുമ്പോൾ, വേണ്ട ശാരദാമ്മയെ ഞാൻ റൂമിൽ കൊണ്ടുപോയി കഴിച്ചോളാം, ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം കളയല്ലേ, കഴിക്കണം, മുഴുവൻ കഴിക്കണമെന്ന് പറയുമ്പോൾ കളയില്ല, മുഴുവൻ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യ ഭക്ഷണവുമായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, സത്യ ഫോൺ വിളിക്കുന്ന ആളെ കണ്ടുപിടിക്കണമെന്ന്. അന്നേരം അതേ കണ്ടുപിടിക്കുക തന്നെ വേണം, സമയം എന്തായാലും ഇപ്പോൾ അധികം കഴിഞ്ഞിരിക്കുകയാണ്, ഉടനെ കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയാണ്, ഇനിയിപ്പോൾ ഒരുമിച്ച് വാടക വീട്ടിലേക്ക് താമസിക്കുമ്പോൾ വിഷ്ണുവാണ് അച്ഛനെന്നുള്ള വിവരം അവളോട് പറയണ്ടേ, അല്ലാതെ പിന്നെ എങ്ങനെയാണ് എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊക്കെ പറയേണ്ടി വരും എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അതല്ല ഞാൻ ആലോചിക്കുന്നത്, സത്യാമ്മ ഇതറിയുമ്പോൾ ഉറഞ്ഞതുള്ളൂ എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അതിപ്പോൾ അങ്ങനെയാണല്ലോ, എന്നെ സംബന്ധിക്കുന്ന ഏത് കാര്യം കേട്ടാലും ഉറഞ്ഞതുള്ളില്ലേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതിപ്പോൾ അങ്ങനെയല്ല, വിഷ്ണു ആണെങ്കിൽ എന്നേക്കുമായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോവുകയാണ്, എന്താവുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ വിഷമിച്ച് ശാലിനിയോട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അമ്മേന്ന് ഇങ്ങനെ സത്യ അകത്തുനിന്ന് വിളിക്കുമ്പോൾ, ചിലപ്പോൾ ഇനി ഫോണും കാണും വന്ന് കാണുമോ, നീ അങ്ങോട്ടത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ ശാരദാമ്മ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഇതേ സമയം അവിടെ വിഷ്ണു ആണെങ്കിൽ തൻ്റെ ഡ്രസ്സൊക്കെ ബാഗിലേക്ക് പാക്ക് ചെയ്ത് ഇറങ്ങാനുള്ളൊരു ശ്രമത്തിലാണ്. തുടർന്ന് വിഷ്ണു ചിന്തിക്കുന്നുണ്ട്, ശാലിനിയുമായിട്ട് മാറി താമസിക്കുകയാണെന്നറിഞ്ഞാൽ അമ്മ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും, ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് എന്താ ഒരു വഴി, വേറെ എന്തെങ്കിലും പറഞ്ഞു നോക്കാം. ഇനിയിപ്പോൾ ബിസിനസ് ആവശ്യത്തിനായിട്ട് ജോലി ആവശ്യത്തിനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ ബിസിനസ് ഒന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംശയം തോന്നും. ഇനിയിപ്പോൾ എന്താ ഒരു വഴി, കമലിനോട് ചോദിച്ചു നോക്കാം, അവനും ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികളൊക്കെ അറിയാമല്ലോ എന്നും പറഞ്ഞ് കമലിനെ ഫോൺ ചെയ്യുന്നുണ്ട് വിഷ്ണു. പക്ഷേ ഫോൺ അങ്ങോട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ല എന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും ആലോചിച്ച് കൂട്ടുകയാണ്. അച്ഛനോട് പറഞ്ഞാലോ, അതും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങാം എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിടിക്കപ്പെട്ടാൽ പിന്നെ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനേ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. ഇതേസമയം അവിടെ രാഘവൻ നായർ ടി വിയിൽ ഇങ്ങനെ കുട്ടികളുടെ പാട്ടും ഡാൻസ് ക്ലബ് പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ അവിടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ചാനൽ മാറ്റുകയാണ്. അന്നേരം ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, അല്പം മനസ്സമാധാനം കിട്ടാമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നതെന്ന് പറയുമ്പോൾ ഭാമ അങ്ങോട്ട് വീണ്ടും വീണ്ടും ചാനൽ മാറ്റുന്നുണ്ട്. അന്നേരം ഏതെങ്കിലും ഒന്ന് വയ്ക്കുക എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഭാമയാണെങ്കിൽ വീണ്ടും ചാനലുകളൊക്കെ മാറ്റുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, എന്താ കാണാനുള്ളത്, എവിടെ വെച്ചാലും കൊള്ളയും കൊലപാതകവും ഒക്കെ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് നശിച്ചു, പത്രം എടുത്താലും അതൊക്കെ തന്നെ എന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. നല്ലൊരു പ്രോഗ്രാം ഇല്ല എന്നൊക്കെ സംസാരിക്കുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, ഈ ഫോണില്ലാതെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതല്ലേ, വലിയ കഷ്ടം തന്നെ എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുമ്പോൾ, നിൻ്റെ ഫോൺ എവിടെ പോയി എന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ, ശ്യാമയുടെ കൈ കൊണ്ട് തട്ടി താഴെ വീണു, ഡിസ്പ്ലേ പോയി, രോഹിത് ശരിയാക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഭാമ അങ്ങോട്ട് ചാനൽ മാറ്റുമ്പോൾ ഒരു സന്യാസിയുടെ ആത്മീയ പ്രഭാഷണമാണ് വരുന്നത്. അന്നേരം കുറച്ച് നേരം ഇത് കണ്ടുകൊണ്ടിരിക്കാം, കുറച്ച് മനസ്സമാധാനം കിട്ടട്ടെ എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ, അതിന് മനസ്സ് നന്നാവണം എന്നിങ്ങനെ രാഘവൻ നായർ പതിയെ പറയുന്നുണ്ട്. രാഘവേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, രോഹിത് വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അന്നേരം രോഹിത് സത്യഭാമയുടെ ഫോൺ ശരിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എല്ലാവരുടെയും നമ്പർ ഇതിനകത്താണ് എന്ന് പറഞ്ഞിട്ട് ഭാമ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് രോഹിത് ചോദിക്കുകയാണ്, ഇതെന്താ ഈ പ്രോഗ്രാം ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവേട്ടന് കുറച്ച് മനസ്സമാധാനം വേണമെന്ന് അതിനിട്ടതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഓളിയും കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഈ സമയത്താണ് വിഷ്ണു ആണെങ്കിൽ അവിടത്തേക്ക് വരുമ്പോൾ വിഷ്ണു ഈ ടി വിയിൽ പ്രോഗ്രാം കൊണ്ട് വാതിൽക്കൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ശബ്ദം അങ്ങോട്ട് വെച്ച് എന്നിങ്ങനെ പിന്നെ പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ പറയുകയാണ്, രാഘവേട്ടന് മനസ്സമാധാനം വേണം, ഇനിയുള്ള കാലം കാശിയിലോ രാമേശ്വരത്തോ ഒക്കെ പോകണമെന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം സന്യാസ ജീവിതം തന്നെയാണ് നല്ലത് എന്നൊക്കെ രാഘവൻ നായർ പറയുമ്പോൾ രോഹിത് അങ്ങോട്ട് ശബ്ദം കൂട്ടുന്നുണ്ട്. അന്നേരം ആ സ്വാമി പറയുന്ന വാചകങ്ങളൊക്കെ ഇങ്ങനെ അമ്പലങ്ങളിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശ്യാമയും ഇടത്തേക്ക് വരികയാണ്. ഇതെന്താ എല്ലാവരും കുടുംബത്തോടെ ആത്മീയതയിലേക്ക് തിരിഞ്ഞോ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ മറഞ്ഞു നിൽക്കുന്ന വിഷ്ണു പെട്ടെന്ന് അങ്ങോട്ട് ചിരിക്കുകയാണ്. അതാണ് നല്ലത് എന്നുള്ളത് വിഷ്ണുവിൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നതാണ്. അന്നേരമാണ് എല്ലാവരും വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ വന്ന് രാഘവൻ നായർ ഇരിക്കുന്ന സെറ്റിയുടെ ഭാമ ഇരിക്കുന്ന സെറ്റിയുടെ തൊട്ട് പിറകിലായിട്ട് വന്നിരിക്കുന്നുണ്ട്. അന്നേരം അതെ നല്ലത് തന്നെയാണ്, അദ്ദേഹം പറയുന്ന ഒരു വാക്കും കേട്ടി ശ്രദ്ധിച്ച് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ പിന്നെ രോഹിത്തും പിന്നെ ശ്യാമയും ഭാമയും രാഘവൻ നായരും ഒക്കെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം കേട്ടെ, അദ്ദേഹം പറഞ്ഞത് മനസ്സിനെ ആകർഷിക്കുന്ന വാക്കുകൾ തന്നെയാണ്, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഇവനിതെന്ത് പറ്റി എന്നുള്ള രീതിയിൽ രാഘവൻ നായർ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം അതാണ് നല്ലത്, ആത്മീയ തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് ഓടി മുറിയിലേക്ക് പോകുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവൻ എന്താ പറ്റിയത് എന്നുള്ള ഒരു ഉദ്ദേശത്തില്ല.
ഇതേ സമയം അവിടെ ശാരദാമ്മയുടെ വീട്ടിൻ്റെ ഉമ്മറത്താണെങ്കിൽ സത്യ ഫോണും കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ അച്ഛൻ വിളിക്കാത്തത്? ജോലി തിരക്കൊണ്ടായിരിക്കുമോ എന്ന് ആലോചിച്ചിട്ട് ഫോൺ നോക്കിയിരിക്കുകയാണ്. എന്നെ ഒന്ന് വിളിക്കച്ചാ, സത്യമോളെ വിളിക്കുക, ഒരുപാട് സമയമായല്ലോ വിളിച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ശാലിനി വരുന്നുണ്ട്. എന്ന് ഇതുവരെ കുളിച്ചില്ലേ? ഞാൻ പറഞ്ഞതല്ലേ റെഡിയാകാനായിട്ട്, ആ ഫോണിങ് തന്നെ പെട്ടെന്ന് പോയി റെഡിയാകുമെന്ന് പറഞ്ഞ് ശാലിനി ആണെങ്കിൽ ഫോൺ അങ്ങോട്ട് പിടിച്ച് വാങ്ങുന്നുണ്ട്. അന്നേരം ശാരദാമ്മയും ഇറങ്ങി വരികയാണ്. അന്നേരം എവിടെ പോകാനാണമ്മേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ താമസം മാറുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ ഈ വീടോ എന്ന് ചോദിക്കുമ്പോൾ ഈ വീട് ഇവിടെ തന്നെ കാണും, ഇവിടെ ശാരദാമ്മ ഉണ്ടാവും എന്ന് പറയുകയാണ്. അന്നേരം നമുക്ക് ശാരദാമ്മയും കൂടെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് സത്യ. അന്നേരം ശാരദാമ്മയ്ക്ക് ഇവിടെ ഹോട്ടലൊക്കെ നോക്കണ്ടേ, പിന്നെ ശാരദാമ്മ വരും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോളെ കാണാനായിട്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ നമ്മൾ മാത്രമാണോ താമസിക്കാൻ പോകുന്നത്? അച്ഛൻ വരും അമ്മേ എന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ സത്യയുടെ കവളിലൂടെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പറയമ്മേ വരൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വരും എന്നിങ്ങനെ ശാലിനി ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അന്നേരം ഉറപ്പ് എന്നിങ്ങനെ സന്തോഷത്തോടെ കുട്ടി ചോദിക്കുമ്പോൾ ഉറപ്പ് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ ഞാൻ പോയി പെട്ടെന്ന് റെഡിയാകാം എന്ന് പറയുകയാണ്. അന്നേരം പെട്ടെന്നാവട്ടെ എന്ന് ശാരദാമ്മ പറയുമ്പോൾ കുട്ടി ആകെ സന്തോഷത്തിൽ അച്ഛനോടൊപ്പം താമസിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു സന്തോഷം കേൾക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാകാനായിട്ട് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിയോട് ശാരദാമ്മ പറയുന്നുണ്ട്, ഇനി വിഷ്ണു വരുമ്പോഴത്തേക്ക് എല്ലാ സത്യങ്ങളും അവളോട് തന്നെ പറയണം, ഇനി മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, അതെ ഇനി അങ്ങനെ തന്നെ വേണം, പക്ഷേ സത്യ ഫോൺ വിളിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തണം, അതിന് വിഷ്ണുവേട്ടൻ കൂടി വന്നാലേ ഒരു തീരുമാനമാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം എന്തായാലും അങ്ങനെ വിളിക്കുന്ന ആളുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ, അയാളുടെ ഉദ്ദേശം നല്ലതായിരിക്കില്ല എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം, ഒരു ശക്തിക്ക് നിങ്ങളെ തടയാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെയും ശാരദാമ്മ പറയുമ്പോൾ വിളിക്കുന്നത് ആരാണ് അത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ഇരിക്കുകയാണ് ശാലിനി അവിടെ. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് വിഷ്ണു അവിടെ കാവ്യവേഷമൊക്കെ ധരിച്ച് ആത്മീയതയിലേക്ക് പോകുന്നു എന്നും പറഞ്ഞ് ഇറങ്ങുന്നത്. പക്ഷേ സത്യഭാമ അവിടെ പിടികൂടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഭാമ കയറിപ്പോയി കഥ അടയ്ക്കുന്നതും ഒക്കെ. പിന്നീട് ഈ കൊച്ചിൻ്റെ മനസ്സിൽ ആഗ്രഹം കൊടുത്തതിൽ വീണ്ടും സത്യയ്ക്ക് വിഷമാവാൻ പോവുകയാണല്ലോ. അന്നേരമാണ് ശാലിനിക്ക് വീണ്ടും വിഷ്ണുവിനോട് ചെറിയൊരു നീരസമൊക്കെ തോന്നുന്നത്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്